ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന സംഭവത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന ഫീച്ചർ. ആക്ച്വലി ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. അതിനെ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ലൈഡിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്യും, മെയിൻ ഫംഗ്ഷന് മുന്നേ ഒന്ന് മെൻഷൻ ചെയ്യും. എന്നാൽ ഈ പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ റെക്കഗ്നൈസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എക്സ്ട്രാ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന സംഭവം മെയിൻ ഫംഗ്ഷന് മുന്നേ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതേസമയം മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഹെഡർ ലൈൻ, ആ ഒരു ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ മെൻഷൻ ചെയ്യുമ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പേര് എന്താണെന്നും ഫംഗ്ഷൻ നെയിം എന്താണെന്നും എന്ത് ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നും, അതായത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്ര ഇൻപുട്ട് വേണമെന്നും ആ ഇൻപുട്ടിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണെന്നുമുള്ള ഇൻഫർമേഷനാണ് അതിന് കിട്ടുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും നമ്മുടെ ഈ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി ഈ സെമി കോളനിലാണ്. ഇവിടെ സെമി കോളൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇവിടെ സെമി കോളൻ നിർബന്ധമായും വേണം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ സെമി കോളൻ നിർബന്ധമായും വേണം. പിന്നെ ഈ വേരിയബിൾസിൻ്റെ പേര് കൊടുക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. സാധാരണ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ വേരിയബിൾ നെയിം ഇൻക്ലൂഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, കമ്പൈലർ റൺ ആയിക്കോളും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് കമ്പൈലറിന് കിട്ടുന്ന ഇൻപുട്ട് എന്തൊക്കെയാണ്, അതായത് കമ്പൈലറിന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഞാൻ ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെ. ഫംഗ്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാവും, ഫംഗ്ഷൻ്റെ നെയിം എന്താണെന്ന് മനസ്സിലാവും, പിന്നെ പാരാമീറ്റേഴ്സ് ലിസ്റ്റ് എന്താണെന്ന് അറിയാലോ, ഇൻപുട്ട് വാല്യൂസ്, നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പും ഡാറ്റ ടൈപ്പും എത്ര വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പാരാമീറ്റർ ലിസ്റ്റ്. അതും മനസ്സിലാവും. പിന്നെ ഒരു ടെർമിനേറ്റിംഗ് സെമി കോളനും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതേ സംഭവം തന്നെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റ് പ്രോഡക്റ്റിൽ നിന്ന് എഴുതി രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രം എന്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ വേരിയബിളിൻ്റെ പേരും കൂടെ, വേരിയബിൾ നെയിമും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം, എന്നാലും റൺ ആയിക്കോളും. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിൻ്റെ അവസാനം സെമി കോളൻ ഉണ്ട് എന്ന കാര്യമാണ്. അതുപോലെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വോയിഡ്, ഈ വോയിഡ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ഈ ഫംഗ്ഷൻ, ഈ പ്രിന്റ് ലൈൻ എന്ന ഫംഗ്ഷൻ, സപ്പോസ് പ്രിന്റ് ലൈൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് വാല്യൂ ഒന്നും ഇല്ല എങ്കിലാണ് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിലിപ്പം ഒരു ഇൻറ്റീജർ വാല്യൂ, ഒരു എക്സ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻപുട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് വോയിഡ് എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ് എന്ന് മെൻഷൻ ചെയ്യുന്നതേ ഇല്ല, വോയിഡ് എന്ന് പോലും മെൻഷൻ ചെയ്യാതെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്പൈലർ വാല്യൂവിനെ, ആ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ എന്ന രീതിയിൽ അങ്ങ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് എടുക്കും. അതായത് നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ കമ്പൈലർ അതിനെ അസ്യൂം ചെയ്യും അതൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആണെന്ന്. അതുകൊണ്ട് ഇൻറ്റീജർ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ, ഫ്ലോട്ട് എന്നോ ഡബിൾ എന്നോ വോയിഡ് എന്നോ ഇൻറ്റീജർ എന്നോ ഒന്നും മെൻഷൻ ചെയ്തില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻറ്റീജർ ആയിട്ട് അതങ്ങ് അസ്യൂം ചെയ്തോളും. എന്നാലും നമ്മൾ സാധാരണ ഇങ്ങനെ ഇൻറ്റീജർ എന്ന് മെൻഷൻ ചെയ്യുക തന്നെ ചെയ്യും. ഈ ഒരു രീതി നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ യൂസ് ചെയ്യാറില്ല. കമ്പൈലർ റണ്ണാവും, എറർ ഇല്ലാതെ റണ്ണാവുമെങ്കിലും നമ്മൾ സാധാരണ ഈ ഒരു രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ എന്ന് തന്നെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സംഭവം. ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതുന്നത് എപ്പോഴും ഹെഡർ ഫയലിന് താഴെയും അതേസമയം ഈ മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും നമ്മൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. ഈ
എഴുതുന്ന ഈ ഏരിയയെ സാധാരണ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ ഏരിയ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഗ്ലോബൽ വേരിയബിൾസ് ഈ പോർഷനിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഹെഡർ ഫയൽ കഴിഞ്ഞിട്ടും മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിട്ടുള്ള ആ പോർഷനിലാണ് ഈ ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഏരിയയിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, ഹെഡർ ഫയലിന്റെ താഴെ ആയിരിക്കണം, അതേസമയം മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിരിക്കണം ഈ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്. അതേസമയം ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന സംഭവം മെയിൻ ഫംഗ്ഷന് മുന്നേ ആണ് എഴുതുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ ആവശ്യമില്ല. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.